അമ്പലവും ആൽത്തറയും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഉത്സവങ്ങളെ, പൂരങ്ങളെ അതിൻ്റെ തലപ്പൊക്കത്തിലേക്ക് എത്തിക്കുന്നത് കരി അഴകുകളാണ്. അത്തരം ഗജവീരന്മാരെ തിരക്കിയാണ് ഞങ്ങളുടെ യാത്ര ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ഒരു യാത്ര പോകാം. കൊല്ലം ജില്ലയിൽ തേവലക്കരയിലുള്ള തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ 21 കരിവീരന്മാരാണ് ഇന്ന് അവിടെ ആനയൂട്ടിന് പങ്കെടുക്കുന്നത്. അവരോടൊപ്പം ഒരു ഹീറോ കൂടെയുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ക്ഷേത്ര സെക്രട്ടറി ഇന്ദുജനൻ സാറ് നമ്മളോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പൂരം അല്ലെങ്കിൽ പൂരമോ ആനയോട്ടോ നടന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. ശ്രീകോവിൽ പുനർനിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായി പുനരുദ്ധാരണ പൂജകൾ നടക്കുക തുടങ്ങി. ആ പുനരുദ്ധാരണ ഭാഗമായ പൂജകളിൽ ജൂലൈ 10-ാം തീയതി ഭഗവാനെ പുനഃപ്രതിഷ്ഠിച്ച് ജൂലൈ 13-ാം തീയതി തൃക്കൊടിയേറി ജൂലൈ 22-ന് അവസാനിക്കുന്ന ആറാട്ടോടുകൂടി അവസാനിക്കുന്ന ഒരു വിശേഷാൽ ഉത്സവമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 കരയിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ഉത്സവം 3 ദിവസമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അത് മാറ്റിയിട്ട് ഇത് ഒറ്റ ദിവസമാക്കാനും ഒറ്റ ഉത്സവമായിട്ട് 3 കരകളും ചേർന്ന് ഒരുമിച്ച് നടത്താനും ഇത്രയും വലിയ ആനകളെ സംഘടിപ്പിക്കാനും ഇതൊരാനയൂട്ട് രാവിലെ 9:30 ക്ഷേത്രത്തിൽ വെച്ച് നടത്താനും അത് വിശാലമാക്കാനും കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ആനയൂട്ടും ഈ ആന ഗജമേളയും നടക്കും. ഏകദേശം അമ്പലത്തിന് എത്ര വർഷം പഴക്കം? ഇപ്പോൾ എൻ്റെ ഉദ്ദേശത്തിൽ ഒരു 60 വർഷം പ്രതിഷ്ഠ കഴിഞ്ഞു. ഇത്രയും 21 ആനകൾ ഇവിടെ കൊണ്ടുവന്നു. ഈ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അനുവാദങ്ങളും ഒക്കെ വാങ്ങിയിട്ടാണോ? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, ആംബുലൻസ് സേവനം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്, എലിഫൻ്റ് സ്ക്വാഡിൻ്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും അനുവാദം വാങ്ങിയാണ് നമ്മൾ നടത്തിയത്. പിന്നെ ഭഗവാനെ എഴുന്നള്ളിച്ച് ദേവസ്വത്തിൻ്റെ വകയായിട്ട് 3 ആനകൾ ഭഗവാനെ എഴുന്നള്ളിച്ച് മുൻവശത്ത് കാണുന്ന ആലിൻ്റെ തെക്ക് വശം നിർത്തി ഭഗവാനെ 5 മണി തൊട്ട് 8 മണി വരെ അവിടെ എഴുന്നള്ളിക്കും. കെട്ടുകാഴ്ചകൾ വന്ന് ഭഗവാനെ വണങ്ങി തിരിച്ച് ആനകളെല്ലാം ഗ്രൗണ്ടിൽ അണിനിരന്ന് കെട്ടുകാഴ്ചകൾ അണിനിരുന്ന് ഭഗവാൻ തിരിച്ചു കയറിയതിന് ശേഷം അതെല്ലാം തിരിച്ചു പോകും. ഇവിടെ 3 ആനകൾ ക്ഷേത്രത്തിൻ്റെ ആരൊക്കെയാണ്? കുന്തത്തൂർ കുട്ടിശങ്കരൻ. സ്പെഷ്യലായിട്ട് ഇന്നത്തേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നത് കല്ലുംതാഴം ശിവസുന്ദർ, വെള്ളാകുളം നാരായണൻ, വെള്ളംകുളം നാരായണൻ. ഈ 2 ആനകളെയാണ് ഇന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആനലോകത്തിൽ ഒരു പ്രത്യേക അതിഥിയുണ്ട്. പ്രത്യേക അതിഥി എന്ന് പറയാൻ കേരളക്കരയിലെ എല്ലാ ആനപ്രേമികളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആന. അത് മറ്റാരുമല്ല, പുതുപ്പള്ളി കേശവൻ. അദ്ദേഹത്തിന് വഴി നടത്തുന്ന മനോജ് ചേട്ടൻ നമ്മളോടുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. കുറെ കാലമായി കണ്ടത്. അതെ കുറച്ചായി കണ്ടിട്ട്. എന്തുണ്ട്, സുഖമാണ്? സുഖമായിട്ട് പോകുന്നു. ഇപ്പം കേശവൻ എങ്ങനെ? കേശവനും വളരെ സുഖമായിട്ട് പോകുന്നു.
ഇപ്പോൾ ഇപ്പം ഓഫ് സീസണാണ്, പൂരമില്ല. അടുത്ത വരാൻ പോകുന്ന പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവസാനിച്ച്, ഈ സീസൺ അവസാനിച്ചു. ഇനിയിപ്പം ആനയോട്ടായിരുന്നു. ആനയോട്ട് വടക്കുന്നാഥനെടുത്തു, കീഴൂർ ആനയോട്ടെടുത്തു. ഇന്ന് തെക്കൻ ഗുരുവായൂർ ഒരു പ്രതിഷ്ഠാ ദിനമാണെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ അവിടെ ഒരു ആനകൂട്ടുകൂട്ടുണ്ടായിരുന്നു. ഇനി വൈകുന്നേരം എഴുന്നള്ളിപ്പുണ്ട്. 23 ആനകളുണ്ട്. 21ഓളം ആനകൾ. 21ഓളം ആനകൾ ഉണ്ട്. അവിടെ ഇത്തരം തിരക്കുകൾ വരുമ്പോൾ എങ്ങനെയാണ്? തിരക്കൊന്നും ആനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ യാതൊരു ഇതൊക്കെ കണ്ട് ശീലമായേക്കുന്നതാണല്ലോ, അത് കാരണം കുഴപ്പമില്ല. പിന്നെ കേശവന്റെ പൊതുവെയുള്ള ഒരു സ്വഭാവം എങ്ങനെയാണ്? സ്നേഹനിധിയായ കേശവൻ പൊതുവെ കേരളത്തിൽ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ ആനകളിൽ ഒരാളാണ് കേശവൻ. കേശവന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ പൊതുവെ ശാന്തനാണ് കേശവൻ. പിന്നെ പൂരപ്പറമ്പിൽ അങ്ങനെ ഇന്നേ വരെ ഒരു വിഷയമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് കേശവന്. കേശവന്റെ ഈ കർക്കിടക മാസ ചികിത്സ ഒക്കെ എങ്ങനെയായിരിക്കും? കർക്കിടക മാസമല്ല നമ്മൾ സത്യം പറഞ്ഞാൽ ചികിത്സ ആരംഭിക്കുന്നത്. നമ്മൾ ജൂൺ മാസം ഫസ്റ്റ് തൊട്ട് തന്നെ കേശവൻ്റെ ചികിത്സ കാര്യങ്ങളൊക്കെ ലേഹ്യം കൊടുപ്പൊക്കെ ആരംഭിക്കും. പിന്നെ അത് നീര് കിട്ടുന്നിടം വരെയും കാണും. നീര് എത്ര കാലം വരെയൊക്കെ ഉണ്ടാവും? നീര് 120 ദിവസത്തോളം നിൽക്കും. അത് ആ സമയത്തൊക്കെ കേശവൻ ഇങ്ങനെ ഒന്ന് ശോഷിക്കാറുണ്ടോ? പൊതുവെ ആനകളൊരു അല്ല, കേശവനെ സംബന്ധിച്ച് നോക്കുമ്പം നീരില് അധികം ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. ഇപ്പം കഴിക്കുന്ന കൂട്ട് ആ സമയത്ത് കഴിക്കത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പുല്ലും ഈ വാഴപ്പിണ്ടി, ഈ പനന്തടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മാറി ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനെ ആ സമയത്ത് ആനയ്ക്ക് ഈ പറയത്തക്ക വിശപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, രുചിയില്ലായിരിക്കും. രുചിയില്ല ഈ മതപ്പാട് സമയത്ത്. അത് നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ ഇവന് ഇഷ്ടപ്പെട്ട ആഹാരം എന്തായാലും ഒരു പ്രധാനപ്പെട്ട ആഹാരം എന്തെങ്കിലും കാണുമല്ലോ? പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മധുരത്തിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. പിന്നെ പ്രധാനപ്പെട്ട ഭക്ഷണം ഈ പനമ്പട്ട തന്നെയാണ്. പനമ്പട്ടയാണ് പ്രധാന ഭക്ഷണം. സാധാരണ ഈ പനമ്പട്ടകൾ ആനകൾക്ക് കൊടുക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആനകൾക്കെല്ലാം പനമ്പട്ടയാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പം ഈ പുല്ല് അധികമായിട്ട് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ എരണ്ടത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണോ? അത് പല്ല് തേയ്മാനത്തിൻ്റെ അനുസരിച്ച് ഈ എരണ്ടക്കെട്ടൊക്കെ ഉണ്ടാകും. പിന്നെ അല്ലാതെ നമ്മൾ ഓവറായിട്ട് വഴി അടിച്ചിട്ട് പെട്ടെന്ന് വെള്ളം കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് എരണ്ടക്കെട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം കേശവനെ തന്നെ ആൾക്കാർ ചൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഗുട്ടൻസ് ഉണ്ടോ? അല്ലെങ്കിൽ കേശവൻ തന്നെ മതി എന്ന്? അല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ 4ാം സ്ഥാനക്കാരനാണ് ഇപ്പം കേശവൻ. അപ്പം ഈ കേശവനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സ്ഥാനം കിട്ടും, പൂരപ്പറമ്പിൽ ഒരു സ്ഥാനം കിട്ടും. തീർച്ചയായും. അത് കാരണമാണ് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. വലിയാനകൾ ഇപ്പം പൊതുവെ കുറവാണല്ലോ. ഇപ്പം നിലവിലുള്ള വലിയാനകളെയൊക്കെ ആദ്യം ബുക്ക് ചെയ്യാൻ ഒരേ കമ്മിറ്റിക്കാർ ശ്രമിക്കും. കേശവൻ ഇവിടെ നമ്മൾ തിരുവിതാംകൂർ ഭാഗം അല്ലെങ്കിൽ ഈ കോട്ടയത്തിനപ്പുറത്തോട്ട് വടക്കോട്ടൊക്കെ അല്ല, കേശവനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേനെ കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെ, കണ്ണൂരിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ പോയിട്ടില്ല. ഇല്ല, കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെ നമ്മൾ എഴുന്നള്ളിച്ചിട്ടുണ്ട്. ആരാധകരുടെ ഒരു തീർച്ചയായിട്ടും കണ്ണൂരും ആരാധകരുണ്ട്, അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തും ആരാധകരുണ്ട്. കേരളം ഒട്ടാകെ കേശവനായിട്ടൊരു ആരാധനയുണ്ട്. ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും ചികിത്സ ഒരു 6 മാസം ഉണ്ടാവും. സീസൺ 5 മാസം. 5 മാസം യാത്രകൾ തീരെ ഓവർ യാത്രകളില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നംകുളം ഭാഗത്താണെങ്കിൽ ആ ഭാഗത്ത് തന്നെ 6-7 കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരുപാട് പൂരങ്ങളുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ ഉടമസ്ഥൻ പരിപാടി പിടിക്കുന്നത്. പിന്നെ കൊല്ലം ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10 പരിപാടിയിലും അടുത്തടുത്ത് കാണും. അങ്ങനെ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇല്ലല്ല, അങ്ങനെ ഇട്ട് ഓടിക്കുന്ന പരിപാടി ഇല്ല. ആനപ്രേമികളും എല്ലാവരും എന്നും കണ്ടിരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ ഒരു വളർച്ച, ഒപ്പം മനോജേട്ടൻ്റെ വളർച്ച എങ്ങനെയാണ്? ഞാൻ 2008 അഴിക്കുന്നത്. അപ്പം 2012 ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട് ഈ കാര്യം തന്നെ. 2012 ഫോറസ്റ്റ് അളവ് വരുന്നത്. അന്ന് കേശവന് 309 സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആനയെ ആൾക്കാർ അറിയപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ആന 4ാം സ്ഥാനത്തിലോട്ട് എത്തിപ്പെടുന്നത്. അന്നേരം ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ മുന്നോട്ടുള്ള വളർച്ചയുടെ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ ഹൈറ്റ് പെട്ടെന്നുള്ളൊരു വളർച്ചയായിരുന്നു ആനയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യമായി നിന്ന കൂട്ടത്തിൽ നിന്ന ആനയാണെങ്കിൽ നമ്മുടെ കുന്നന്താനം കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആനയാണ്. കുന്നന്താനത്തുള്ള ഒരു ആനക്കാരനാണ് അതിനെ കൊണ്ടുപോകുന്നത്. പുള്ളിയാണ് നമ്മുടെ ആശാനം. ആശാമാരെന്ന് പറഞ്ഞാൽ 2 പേരുണ്ട്. ഒന്ന് കുന്നന്താനം കുഞ്ഞുവാനും
ഒന്ന് കുന്നന്താനം ഉണ്ണിച്ചേട്ടനും. കുന്നന്താനം തുടങ്ങി ഇപ്പോൾ കേശവനിൽ നിൽക്കുന്നു, വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ. അതായത് കേശവന് കിട്ടുന്ന അതേ ആദരവ് മനോജ് ചേട്ടന് കിട്ടുന്നുണ്ട്. അല്ല, ഞാൻ ഈ കേശവനെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് 17 കൊല്ലത്തോളമായി. 17 കൊല്ലമായി. അപ്പം ആൾക്കാർക്കൊക്കെ കണ്ട് നല്ല പരിചയമുണ്ട്. ആ, അപ്പം കേശവന് ആൾക്കാർ അറിയുന്നതുകൊണ്ട് തന്നെ എന്നെ ആൾക്കാർക്ക് അറിയാം. ഇപ്പം ചേട്ടനിപ്പോൾ കുറച്ച് ദിവസം നിന്നിട്ട് അടുത്ത വേറൊരു ആനയിലോട്ട് പോകുമ്പോൾ ഇവനെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അത് ഇനി ഒരിക്കലും പോകില്ല എന്നുള്ള? അല്ല, അതങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് ഒരു പ്രൈവറ്റ് പണിയല്ലേ. അപ്പം ഉടമസ്ഥൻ എപ്പം പോകാൻ പറയുന്നു അതുവരെ ഉള്ളൂ. ഒരു വിഷമം ഉണ്ടാവും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും വിഷമം കാണും. ഞാൻ ഇതിൻ്റെ മുന്നേ കയറിക്കൊണ്ടിരുന്ന മാണിക്കനാനയായിരുന്നു, ഇതേ കമ്പനിയിൽ തന്നെ. അതിനെ ഞാൻ 6 കൊല്ലം കൊണ്ട് നടന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയപ്പോഴും എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തുനിന്ന് മാറിയത് ആ കമ്പനിയിൽ തന്നെ കേശവനാനയുടെ കൂടെ. പിന്നെ അത് കാരണം അത്രയും വിഷമം ഉണ്ടായില്ല. അവനെ കാണാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ. അല്ല, ഇടയ്ക്ക് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ വിറ്റ് പോയി, അത് ചരിയുകയും ചെയ്തതാണ്. എങ്ങനെയായിരുന്നു അത് ചരിയാനുള്ള കാരണം? വേറെ ഒരു ഉടമസ്ഥൻ്റെ ഇരുന്നാണ് ചരിയുന്നത്. എന്തെങ്കിലും ഈ അസുഖം വല്ലതും വന്നായിരിക്കാം. ആ സമയത്ത് പോയി ചേട്ടൻ ഉണ്ടായിരുന്നു? അല്ല, കൊറോണ ടൈമിലായിരുന്നു. അപ്പം നമുക്ക് പുറത്തോട്ടൊന്നും അധികം പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നമുക്ക് പോയി ഒന്ന് കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. മനോജ് ചേട്ടനും കേശവനും ഒരുപാട് കാലം സന്തോഷമായിട്ട് വീണ്ടും ഒരുപാട് വലിയ വലിയ പൂരങ്ങളിലോട്ട് പോട്ടെ. സന്തോഷമായിട്ട്. താങ്ക് യു. പുതുപ്പള്ളി കേശവൻ്റെയും മനോജ് ചേട്ടൻ്റെയും വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു ഗജകേസരിയുമായി വീണ്ടും കാണാം.